എന്താടീ ഒട്ടും പേടിയൊന്നുമില്ല നിനക്ക്? നിന്നൊക്കെ ഞാനിതിനെ പേടിക്കുന്നേ? നിനക്കൊക്കെ നാണമില്ലടാ ആണുങ്ങളെന്ന് പറഞ്ഞ് നടക്കാൻ. ഒരു പെണ്ണിനെ വാപൊറ്റി പിടിച്ച് കണ്ണും മൂടി കൈയും കാലും കെട്ടിയിട്ട് കൊണ്ടുവരാൻ വലിയ ധൈര്യമൊന്നും വേണ്ട. അതിന് നിന്നെ പോലെയുള്ള തടിമെടുക്കും വേണ്ട. സ്കൂൾ പിള്ളേർ ചെയ്യണ കാര്യത്. നിസ്സാരക്കാരി അല്ലല്ലോ നീ. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ ഏൽപ്പിച്ചവർ നിന്നെക്കുറിച്ചും നിന്റെ ഭർത്താവിനെ കുറിച്ചും അല്പം ഗൗരവത്തോടെ തന്നെ പറഞ്ഞിരുന്നത് അല്ലേ? അവർക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്? ആരാ നിങ്ങളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്? അതൊക്കെ ഞാൻ വിശദമായിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട്. ആരാന്ന് പറ. ആരായാലും ശരി, അവരുടെ അവസാന സൂര്യസാറിന്റെ കൈകൊണ്ടാ. ഓ, അപ്പോ ഭർത്താവ് വീരനാണ്, ഭയങ്കരം അല്ലേ? അതെ അതെ. അപ്പൊ അതുകൊണ്ടാണ് സ്വന്തം ജീവനെ പോലും നീ പേടിക്കാത്തത് അല്ലേ? നിന്നൊന്നും പേടിക്കാൻ എന്നെ കിട്ടില്ല. ഇതിനകത്തിട്ട് നീയൊക്കെ എന്നെ കൊന്നാലും ശരി, ഈ നന്ദിനി പേടിക്കില്ല. ഇവള് പേടിക്കുമെന്ന് നമുക്കൊന്നും അറിയണമല്ലോ. വിളിച്ചോട് വാടാവളെ. നിനക്ക് പേടിയില്ല അല്ലേ? ദേ, നീ അത് കണ്ടോ? കണ്ടോ? കൊല്ലുവാണെങ്കിൽ പോലും അത് ആസ്വദിച്ചുകൊണ്ട് മാത്രം ചെയ്യണമെന്ന് നിർബന്ധമുണ്ട് എനിക്ക്. അതുകൊണ്ടാ നിനക്കുള്ള സമയമായിട്ടില്ല, പക്ഷേ മരണം അത് നിനക്ക് നേരിട്ട് കാണാം. അവിടെ കൊണ്ടുവാടാ. ആ കെട്ട് വെച്ച് മുഖം കാണിച്ചു കൊടുക്കടാ, അവളൊന്ന് കാണട്ടെ. അടങ്ങി നിന്നോണം മര്യാദക്ക്. കൊണ്ടുപോടാ. മരണത്തെ കാണും. ഇങ്ങോട്ട് വരാ. അവിടെ നിൽക്കണേ, അടങ്ങി നിൽക്കണേ. കണ്ണു തുറന്ന് കാണും. എങ്ങനെയാ അവിടെ അടങ്ങി നിന്ന് കാണും. ഓക്കെ, ഓക്കെ ഓക്കേ. ഒരടി ഇറങ്ങി പോരുത് ഇവിടുന്ന്. നിങ്ങൾ എന്തേ കാണിക്കുന്നത്? അവളെ വിട്. അടങ്ങി ഒതുങ്ങി നിന്നാ കുറച്ച് കഴിഞ്ഞിട്ടേ നീ ചാവും. അല്ലെങ്കിൽ ഇവക്കൊപ്പം നിന്റെ ചാവ് കൂടി ഞാൻ കുറിക്കും. കേട്ടോടേ? പറ്റില്ല പത്മ. നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നതിനിടയിൽ നിന്നാണ് അവളെ കാണാതായത്. ആ കുട്ടിയെ കണ്ടുപിടിക്കാനുള്ള ഉത്തരവാദിത്തം സൂര്യക്കുള്ളതുപോലെ എനിക്കുള്ളതുപോലെ തനിക്കുണ്ട്. എങ്ങനെ? അവളെ കണ്ടുപിടിക്കാനുള്ള ഉത്തരവാദിത്തം എനിക്ക്. സുദേവന്റെ മകളെ എന്റെ വീട്ടിലെ അടുക്കളയിലെ വേലക്കാരിയെ പത്മ തിരക്ക് കണ്ടുപിടിക്കണം അല്ലേ? അവളുടെ യോഗ്യതകൾ അളക്കേണ്ട സമയമൊന്നും അല്ല ഇത്. കോമൺ സെൻസ് ഉള്ള ഏതൊരാളും ഈ സമയത്ത് കൂടെ നിൽക്കാനേ ശ്രമിക്കൂ. എങ്കിൽ വേലക്കാരിക്ക് വേണ്ടി സഹതപിക്കാനുള്ള കോമൺ സെൻസ് എനിക്കില്ലാന്ന് അങ്ങോട്ട് കരുതിയാ മതി. അവൾ എവിടെങ്കിലും പോയെങ്കിൽ എനിക്കെന്താ? നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വന്നതും അവരോടൊക്കെ സംസാരിച്ചതും അവളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാ. പക്ഷെ ഞാനിപ്പം മനസ്സുരുക്കി പ്രാർത്ഥിക്കുന്നതേ അവള് ഒരിക്കലും തിരിച്ചു വരില്ലേന്നാ.
മമ്മി പറയുന്നതിലും കാര്യമില്ലേ ഡാഡി? അവിടെ തിരിച്ചു വരണ്ട. അതോടെ നമ്മുടെ കുടുംബത്തിനുള്ള ഒരു നാണക്കേടങ്ങ് തീർന്നു കിട്ടുമല്ലോ. നന്ദിനി കുടുംബത്തിന്റെ നാണക്കേടാ, പക്ഷെ നീ കുടുംബത്തിന്റെ അഭിമാനമാണോ? കുടുംബത്തിന്റെ അഭിമാനം ഉയർത്താനുള്ള എന്ത് പ്രവർത്തികൾ ഉണ്ടായിട്ടുണ്ട് നിന്റെ ഭാഗത്ത് നിന്ന്? ഹെയർ സ്റ്റൈൽ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് അതിന് മറുപടി പറയാം. അങ്കിൾ, ആ വേലക്കാരിക്ക് വേണ്ടി സ്വന്തം ചോരയിൽ പിറന്ന മകളെ തള്ളിപ്പറയരുത്. തള്ളി പറഞ്ഞൊന്നും അല്ല വിജയ്. ഇതുവരെ നടന്ന കാര്യങ്ങൾ കണക്കെടുത്ത് പരിശോധിച്ചാൽ സ്വന്തം കുടുംബത്തിന് നാണക്കേടുണ്ടാക്കിയത് ആരൊക്കെയാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. മതി മതി. അവൾക്ക് വേണ്ടി സംസാരിക്കാൻ തുടങ്ങിയ എന്റെ മക്കളെ താഴ്ത്തി കെട്ടുന്നത് നിങ്ങൾക്കൊരു ശീലമാണല്ലോ. അത് ഇവിടെ വച്ചോ ആവർത്തിക്കണ്ട. എനിക്ക് പോണം, അതിലൊരു മാറ്റവും ഇല്ല. പത്മ, ഒരുപക്ഷെ പോലീസുകാർക്ക് നിങ്ങളോട് എന്തെങ്കിലും ചോദിക്കാൻ കാണും. പോലീസുകാർക്ക് എന്നെ ചോദ്യം ചെയ്യാൻ, അതും അവളെ കാണാത്തതിന്റെ പേരിൽ. എന്നിട്ട് ഞാൻ എന്ത് മറുപടിയാ കൊടുക്കണ്ടേ? ഞാൻ കരയണോ? അതോ അവളെ തിരിച്ചു കൊണ്ടുവരണമെന്നും പറഞ്ഞ് അവരുടെ കാല് പിടിക്കണോ ഞാൻ? അല്ല, നിങ്ങൾ പറയും. സൂര്യ, അച്ഛാ, എല്ലാവരും കൂടി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല. ഇവര് വീട്ടിലേക്ക് പോയിക്കോട്ടെ. ഏയ്, അതൊന്നും വേണ്ട. എല്ലാവരും ഒന്നിച്ച് മടങ്ങിയാൽ മതി. എന്തിനാ അച്ഛാ ഇവരെ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത്? അതെ, നിങ്ങൾ പോയിക്കോ. അളിയന് ബുദ്ധിയുണ്ട്, അതുകൊണ്ടാ അളിയൻ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞത്. ശരിയാണ് അളിയൻ. നന്ദിനിയെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. ആ സമയത്ത് നന്ദിനി ഒരിക്കലും തിരിച്ചു വരരുതെന്ന് ആഗ്രഹിക്കുന്നവർ കൂടെ ഉണ്ടാവരുതെന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ട്. പൊയ്ക്കോട്ടെ അച്ഛാ. കേട്ടല്ലോ, ഇനി പോവാലോ ഞങ്ങൾക്ക്. നിങ്ങൾ വണ്ടി കയറി പിള്ളേരെ. വാ.